അപ്പോൾ മാസ്കിംഗ് അഥവാ ഒരു മുഖംമൂടി കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാസ്കിംഗ് വീഡിയോ എഡിറ്റിങ്ങിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം നമ്മൾ ഈ കാണുന്ന ഈ 2D ഇമേജിനെ ഒരു 3D ഇമേജാക്കി മാറ്റാൻ മാസ്കിങ്ങിന് പറ്റും. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത തരം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ണുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്കിങ്ങിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ മാസ്കിംഗ് സഹായിക്കും. അപ്പോൾ മാസ്കിംഗ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് മാസ്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്, അതിൻ്റെ വർക്ക് ഫ്ലോ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് പക്കയായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളിതേ ന്യൂ ഐറ്റത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കളർ മാറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ ചോദിക്കും ഫ്രെയിം റേറ്റ് എന്താണ്, കാര്യങ്ങൾ എന്താണ്, റെസൊല്യൂഷൻ ഏതാണ്. അതായത് നമ്മുടെ ഈ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്ത് വൈറ്റോ ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ ഷെയ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്യൂർ ഹ്യൂവോ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു മാറ്റ് ഉണ്ടാക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് വൈറ്റ് ആണ്. എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്താണ് വർക്ക് ആവുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക്, എന്തായാലും കുഴപ്പമില്ല, വൈറ്റ് ഓർ ബ്ലാക്ക് അതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അവർ ചോദിക്കും എന്താണ് പേര് കൊടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ മാറ്റ് വന്നു. മാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇതിനെ മേളിലേക്ക് വലിച്ചിട്ടു, അടുത്ത ട്രാക്കിലേക്ക് വലിച്ചിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഒന്നും കാണുന്നില്ല അല്ലേ. കാരണം എന്താണ്, മാറ്റ് നമ്മുടെ വീഡിയോ ക്ലിപ്പിന് മുകളിലാണുള്ളത്. സോ അതിനൊരു പ്യുവർ എന്തുണ്ട്, ആ ഒരു 100% ഏരിയ ആ മാറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ താഴെയുള്ള ഫൂട്ടേജിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഇതിപ്പോൾ ഒരു മുഖംമൂടി ഇട്ട പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഒരു വൈറ്റ് സ്ക്രീൻ വെച്ചിട്ട് അത് നമ്മൾ മാസ്ക് ചെയ്തു, കാണാതാക്കി അല്ലേ, ആണല്ലോ. പക്ഷേ നമുക്ക് ഇതിനെ നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, താഴെയുള്ള ഫൂട്ടേജിനെ കാണണം എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓഫ് ചെയ്താൽ കണ്ടില്ലേ ആ മാസ്ക് മാറി. എന്ത് ചെയ്യുന്നു, ഓൺ ആക്കിയാൽ തിരിച്ചു വന്നു. സോ നമുക്കതെന്ത് സംഭവിക്കുന്നത്, ആ ട്രാക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചില പോർഷൻസ് മാത്രം എന്ത് ചെയ്യണം, നമുക്ക് വിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ വിസിബിലിറ്റിനെ മാസ്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒപ്പാസിറ്റിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഒപ്പാസിറ്റിനെ കുറച്ച് നോക്കി, കണ്ടോ അതിനെ വിസിബിളായി വന്നു, കണ്ടോ ഓപ്പൺ ആയി വന്നു. 100% ആയപ്പോൾ ഫുള്ള് മാസ്ക് ആയി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് മാസ്ക് ചെയ്യാൻ പറ്റും. അതിന് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കി കണ്ടില്ലേ, ക്രിയേറ്റ് എലിപ്സ് മാസ്ക്, ക്രിയേറ്റ് 4 പോയിന്റ് പോളിഗൺ മാസ്ക്, പിന്നെ പെൻ ടൂൾ. സ്വാഭാവികം നിങ്ങൾക്ക് അറിയാം പെൻ ടൂൾ എന്തിനാണ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രീ ഫ്ലോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എലിപ്സ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എലിപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്തു, കണ്ടോ അതായത് ഇത്രയും ഭാഗം ആ വൈറ്റ് സ്ക്രീനിൻ്റെ മാസ്കിൻ്റെ, നമ്മൾ മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ക്രീനെയാണ്, അതിന് നമ്മളൊരു മാസ്ക് കൊടുത്തു. കണ്ടില്ലേ, അതായത് ഈ റൗണ്ട് അല്ലെങ്കിൽ ആ ഷേപ്പിന് അകത്തുള്ള പോർഷൻസിൽ മാത്രം എന്ത് ചെയ്യുന്നു, ആ വൈറ്റ് സ്ക്രീൻ കാണുള്ളൂ. ഓക്കെ, മനസ്സിലായോ. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്താൽ, കണ്ടോ മാസ്കിനെ ഡ്രാഗ് ചെയ്താൽ ഇത് ഏത് പോർഷനിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ അതൊന്ന് ഇൻവേഴ്സ് ആക്കി കാണിച്ചു തരാം. നോക്കി, അതായത് ഇപ്പോൾ ഈ മാസ്കിൻ്റെ അകത്താണ് എന്തുള്ളത്, മാസ്ക് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മാസ്ക് കണ്ടില്ലേ, ഈ റൗണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്തോന്നത് മാസ്ക് ആയത്. അകത്തെപ്പോഴും എന്തുണ്ട്, നമ്മുടെ കളർ മാറ്റ് അവിടെ തന്നെയുണ്ട്, ശരിയല്ലേ. ഇതിൻ്റെ പുറത്താണ് മാസ്ക് അയക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിവേഴ്സ് ആക്കി കാണിച്ചു തരാം. ഞാൻ ഇൻവേർട്ട് ചെയ്യുന്നു, കണ്ടോ. അപ്പോൾ എന്തായി, മാസ്കിൻ്റെ അകത്തോട്ട് മാസ്കായി, ബാക്കിയെല്ലാം ഓപ്പണായി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടോ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏത് പോർഷൻസിൽ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കണ്ടോ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ നിങ്ങൾ ഈ 4 പോയിന്റ് കണ്ടോ, അത് ജസ്റ്റ് ഒന്നുമില്ല, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് വലുതാക്കാം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. കണ്ടോ നിങ്ങൾ നോക്കി, കണ്ടോ ഇത്രയും പോർഷൻ വെക്കാം, ഇങ്ങോട്ട് വലുതാക്കാം, മേളിലേക്ക് എടുക്കാം. കണ്ടോ ഇത് നിങ്ങൾ നോക്കി, ഇതിൻ്റെ മേളിലേക്ക് അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു ബെൻഡഡ് ആയിട്ടൊരു ആരോ കണ്ടോ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ നോക്കിയോ റൊട്ടേറ്റ് ആവും. കണ്ടോ ഇതാ ഇങ്ങനെയാണ് മാസ്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാസ്കിനെ കൊണ്ടുവരാം. അതായത് നമുക്ക് എളുപ്പം വേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന 2 ഷേപ്പുകളാണ് റൗണ്ടും സ്ക്വയറും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ 2 ഓപ്ഷൻ റീസെറ്റ് പോലെ കൊടുത്തേക്കുന്നത്. അതെല്ലാം നമുക്കൊരു സ്പെസിഫിക് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി, അതിനാണ് നമുക്ക് പെൻ ടൂൾ കൊടുത്തേക്കുന്നത്. സോ പെൻ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ഈ മാസ്ക് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അത് പോയി. ഞാൻ ഈ പെൻ ടൂൾ ക്ലിക്ക് ചെയ്തു. എനിക്കിത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വേണം, ഇങ്ങനെ ഒരു വൃത്തിയായിട്ട ഷേപ്പിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. കണ്ടോ മാസ്ക് അങ്ങനെയും വരും, കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം വേണ്ടത് എനിക്ക് ഇൻവേഴ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ആക്കിയാൽ കണ്ടോ ആ പോർഷനിൽ മാത്രം വരും. നമുക്ക് ഈ സെലക്ഷൻ കാണുമ്പോൾ നമുക്കൊരു വൃത്തിയോട് തോന്നും, ഒരു പ്യുവർ മനസ്സിലാവാത്ത പോലെ തോന്നും. നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് ക്ലിക്ക് ചെയ്യാം, കണ്ടോ അത് പോയി. അപ്പോൾ ഇങ്ങനെയാണ് മാസ്ക് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. കണ്ടില്ലേ ഫെദർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയോ അവിടുത്തെ ആ ഔട്ട്ലൈൻസിന് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിയോ. ഫെദർ കൊടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ എഡ്ജ് ഇങ്ങനെ സോഫ്റ്റായി വരും, ബ്ലെൻഡായി വരും. കണ്ടോ ഇനി എന്ത് ചെയ്യാം, മാസ്കിൻ്റെ ഒപ്പാസിറ്റിയാണ്. നമ്മളിപ്പോൾ ഈ ഒപ്പാസിറ്റി എന്നുള്ളത് നമ്മുടെ മാറ്റിൻ്റെ ഒപ്പാസിറ്റിയാണ്. അതിലാണ് നമ്മൾ മാസ്ക് ചെയ്തേക്കുന്നത്. അതല്ലാതെ മാസ്കിനൊരു ഒപ്പാസിറ്റി ഉണ്ട്. മാസ്ക് ഇത്രയും വേണ്ട, ഇത്രയും വിസിബിൾ ആവണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊരു ഒപ്പാസിറ്റി ഉണ്ട്. കണ്ടോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം
അത് റീസെറ്റ് ചെയ്തു. ഇനി മാസ്ക് എന്ത് ചെയ്യാം, എനിക്ക് ഈ ഷേപ്പ് ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഈ സൈസ് പോരാ, ഇനി കുറച്ചുകൂടി വലുതാക്കണം, ചെറുതാക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടോ മാസ്ക് നിന്നിട്ട് ആ ഫെദറിൽ നിന്നിട്ട് കണ്ടോ വലുതാവും ചെറുതാവും കണ്ടോ. അതാണ് എക്സ്പാൻഷൻ. ഞാൻ അത് റീസെറ്റ് ചെയ്തു. പിന്നെ വരുന്നതാണ് ഇൻവേർട്ട്. നിങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് ആക്കാനുള്ളത് ഇൻവേർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാസ്കിങ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ഒരു ഫോണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ടെക്സ്റ്റ് അതിൽ വരുമ്പോൾ മാസ്കിങ് എങ്ങനെയാണ് ടെക്സ്റ്റും ഇമേജുമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ് ഇത് കണ്ടോ. ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ FX കൺട്രോളിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം FX കൺട്രോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള ട്രാക്കിലുള്ള എല്ലാ സംഭവങ്ങളുടെയും കൺട്രോൾസ് വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഇഫക്ട്സിലാണ്. ഇപ്പോൾ ട്രാക്കിൽ എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ ടൈം ലൈനിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ കൺട്രോൾ എവിടെ ഉണ്ടാവുക, FX കൺട്രോളിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ഇവിടെ വന്നു കണ്ടില്ലേ. ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സെൻറ്ററിൽ കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളിവിടെ കണ്ടില്ലേ സെൻറ്ററിലായാലും ടെക്സ്റ്റ് കണ്ടോ, ക്ലിക്ക് ചെയ്താൽ കണ്ടോ സെൻറ്ററായി. അപ്പോൾ ഏകദേശം സെൻറ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈസ് ഒന്ന് വലുതാക്കാം. കണ്ടോ സൈസ് വലുതാക്കി വെച്ചു. അങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനൊരു ഫോണ്ട് മാറ്റുകയാണ്. ഞാൻ ബോൾഡിലേക്ക് മാറ്റി നോക്കട്ടെ. കണ്ടോ ബോൾഡ് വന്നു. എനിക്ക് വേണ്ടതൊരു സ്റ്റൈലിഷ് ഫോണ്ടാണെന്ന് വിചാരിക്കുക. ഞാനിത് അൾട്ര എന്നിട്ട് ഫോണ്ട് എടുത്തു. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ കണ്ടന്റ് റൈസ് ബ്ലാക്ക് എന്നുകൊണ്ടൊരു ഒരു ഫോണ്ട് എടുത്തു. അതൊരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വേണമെങ്കിൽ മാനുവലി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. കണ്ടോ ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആക്കുകയാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു എന്താക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാൻ മാസ്കിംഗ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സെലക്ഷൻ വിടും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ അതെന്താ വെച്ചാൽ അവിടെ ഒരു കീ ആണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ കീ അവിടെ വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സെലക്റ്റിന് വേണ്ടിയിട്ട് V സെലക്ട് ചെയ്തതിന് V അവിടെ ടൈപ്പിങ്ങിൽ വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സെലക്റ്റിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ സമയത്ത് നമ്മളിവിടെ എല്ലാം പോയിട്ട് ജസ്റ്റ് V അടിച്ചാൽ വീല് വരും. ആക്ച്വലി നമ്മൾ ടൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത്, പക്ഷേ അത് വീല് വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സെലക്ഷൻ എന്നുള്ള സംഭവം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് പുറത്ത് ക്ലിക്ക് ചെയ്യുക. എവിടെയെങ്കിലും പുറത്ത് ക്ലിക്ക് ചെയ്യുക. ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്താലും മതി. കണ്ടില്ലേ സെലക്ഷൻ പോകും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി മാസ്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് ഫോണ്ട് കുറച്ചും കൂടി വലുതാക്കുകയാണ്. കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ പൊസിഷൻ കുറച്ച് താഴേക്ക് ആക്കി വെക്കണം. നമ്മളതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, താഴോട്ടാക്കുകയാണ്. കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ആക്ച്വലി ഇത് നിങ്ങൾ നോക്കി, ഇത് ജസ്റ്റ് ഒരു ഇമേജിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഫോണ്ട് വെറുതെ ഇരിക്കുന്നു. അതല്ലാതെ നിങ്ങൾ നോക്കി, ഞാനിത് ഓഫായി കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഒരു മലയാണ്. കണ്ടില്ലേ. ഈ മലയുടെ പുറകിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഈ രണ്ട് മലകൾക്ക് ഇടയിലാണ് ഈ ഫോണ്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറച്ചും കൂടി കാണാൻ രസമുണ്ടാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ലെയർ ഓൺ ആക്കുന്നു. എന്ത് ചെയ്യുന്നു, നേരെ കണ്ടില്ലേ ടെക്സ്റ്റിനും എന്തുണ്ട്, മാസ്ക് ഉണ്ട്. നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്തൊന്നും ഈ മാസ്ക് എന്ന് പറഞ്ഞ പരിപാടി ഇന്നത്തില്ല. എല്ലാത്തിനും ആഫ്റ്റർ എഫക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. കാരണം എല്ലാവർക്കും എപ്പോഴും ആഫ്റ്ററിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യണം. അപ്പോൾ പ്രീമിയർ എന്ത് ചെയ്തു, ഇതിലോട്ട് മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാസ്കിങ് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിൻ്റെ മാസ്കിങ്ങിൽ വന്നിട്ട് കണ്ടില്ലേ, ടെക്സ്റ്റ് എന്നുള്ള സംഭവം കണ്ടോ, അതിൻ്റെ മാസ്കിങ്ങിൽ വന്നിട്ട് പെൻ ടൂൾ എടുക്കാം. ജസ്റ്റ് പെൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു മാസ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പെന്നാണ്, സ്ക്വയറോ റൗണ്ടോ അല്ല. സ്ക്വയറോ റൗണ്ട് ആണെങ്കിലാണ് ഇവിടെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് കാണിക്കുള്ളൂ. കാരണം അതിനൊരു സ്പെസിഫിക് ഷേപ്പ് ഉള്ളതുകൊണ്ട് അത് കാണിക്കും. നമ്മൾ പെൻ ടൂൾ എടുത്തുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റൗണ്ടും സ്ക്വയറും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പെൻ ടൂൾ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു യുണീക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണല്ലോ വേണ്ടത്. സോ നമുക്ക് ഈ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഷേപ്സിനനുസരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എടുത്ത വഴിക്ക് ഈ മാസ്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഐഡിയോളജി മാത്രമാണ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ അത് മനസ്സിലാക്കാം. സെൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, മാസ്ക് ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ ഇവിടെ ഒരു മാസ്ക് ഓണായി. സെലക്ട് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്തതിനാൽ കണ്ടോ അവിടെ മാസ്ക് വന്നു. കണ്ടില്ലേ. സോ പുറത്തേക്കുള്ള ഓപ്ഷൻ എന്തായി, മാസ്ക് ആയി. പക്ഷെ നമുക്കൊരു വൃത്തിയുള്ള ഷേപ്പ് അല്ല ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത് ആ ഏരിയ, അല്ലെങ്കിൽ ആ മൗണ്ടൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാണുന്ന ഫൂട്ടേജിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മാസ്ക് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ പഴയ മാസ്ക് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കി, ഇത് കണ്ടില്ലേ, ഈ മാസ്ക് ഈ ലെയർ നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ എന്തായി, കണ്ടില്ലേ ട്രാക്ക് എന്തായി നോക്കി, MT ആയി. നോക്കി എന്ത് പറ്റി, അത് ഓഫായി. മാസ്കിങ് എന്നുള്ള ടെക്സ്റ്റ് ഓഫായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കിക്കോ, ജസ്റ്റ് ട്രാക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഇഫക്റ്റ് കൺട്രോളിൽ വരാം. എന്ത് ചെയ്യാം, പെൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മാസ്ക് ആക്റ്റീവായി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നോക്കി ഈ ഫിറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതായത് നമ്മുടെ ഈ പ്രിവ്യൂ വിൻഡോ സൂം ചെയ്ത് കാണാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, 200 ആക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നോക്കി നമ്മുടെ സ്ക്രോൾ ബട്ടൺ ഇല്ലേ, നമ്മുടെ മൗസിലെ സ്ക്രോൾ ബട്ടൺ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ഹാൻഡിൻ്റെ ചിഹ്നം വരെ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കണ്ടില്ലേ, മാക്സിമം അവിടെ നീക്കി വെക്കുക. എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ വരെ ഇങ്ങനെ പോവുക. ഇത് ഓവർ സൂം
കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, കുറക്കുക, ഒരു 50 ആക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുക. അപ്പോൾ ഇവിടെയാണ് ടെക്സ്റ്റ് ഉള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഏകദേശം ഈ ഭാഗത്ത് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാസ്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിത് മാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഞാൻ റഫായിട്ടാണ് ചെയ്യുന്നത്, റാൻഡം ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ജസ്റ്റ് സെലക്ട് ചെയ്തു, ഇവിടെ 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 സെലക്ട് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുക, ഈ മേള ലെയർ, അതായത് മാസ്കിൻ ലെയർ ഒന്ന് ഓഫ് ആക്കാം. ഓക്കെ, ഏകദേശം ധാരണ കിട്ടി. ഓക്കെ, ഇവിടെ കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഡ്ജിനെ താത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടില്ലേ? ഈ ഒരു മൗണ്ടൈൻ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് പോകേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, വീണ്ടും നീക്കി വെക്കുക. കണ്ടില്ലേ? വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്നുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എളുപ്പം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഇങ്ങനെ സെലക്ട് കൊടുത്തിട്ട് ഓക്കെ, ഇങ്ങനെ ഞാൻ സെലക്ട് കൊടുത്തു. എന്ത് ചെയ്യുക, മേളിലേക്ക് നമുക്ക് ഇല്ലല്ലോ, കാരണം അത് മാസ്ക് ചെയ്ത് കിട്ടിയാൽ മതി. ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ മേളിലേക്ക് സെലക്ട് ചെയ്ത് ഫിറ്റ് ആക്കി. ഇനി നമുക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഇനി കുഴപ്പമില്ല, ജസ്റ്റ് ഇതേ ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു, താഴെയുള്ള ഇമേജിൽ മാസ്ക് വന്നു. പ്രശ്നമാക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ മാസ്കിൻ്റെ കൂടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, കട്ടോ കോപ്പിയോ വട്ടവർ കട്ടെടുക്കുക. കട്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ കട്ട സാധനം എന്ത് ചെയ്യുക, ഈ മാസ്കിൽ വരിക. നിങ്ങളിവിടെ നോക്കിയ ടെക്സ്റ്റിൻ്റെ മാസ്കിങ്ങിൽ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ഇറ്റ്. ഒന്നും സംഭവിച്ചില്ല, കാരണം ഇവിടെ ഓഫ് ആയിരിക്കുകയാണ്. ഓൺ ആക്കിയാൽ കണ്ടോ, ടെക്സ്റ്റ് അവിടെ പോയി, ഈ മൗണ്ടൻ്റെ ബാക്കിൽ പോയി. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് റെഡിയാവും, കാര്യമാക്കണ്ട. ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ്. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, ആ ജി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടില്ലേ? നമുക്ക് പുറത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കി കണ്ടോ, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന പോലെ ഇല്ലേ? സോ ഇതാണ് ആക്ച്വലി മാസ്കിങ്. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിൽ മാസ്ക് ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാസ്ക് ചെയ്യാൻ പറ്റും, എല്ലാത്തിലും മാസ്ക് ചെയ്യാൻ പറ്റും. അതായത് മാസ്കിങ് എല്ലായിടത്തും ഉണ്ട്. എന്ത് എഫക്ട്സ് ആഡ് ചെയ്താലും അതിലും മാസ്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ട്രാൻസിഷൻസിൽ മാത്രമാണ് നമുക്ക് മാസ്കിങ് വർക്ക് ആവാത്തുള്ളൂ. അല്ലാതെ എഫക്ട്സിൽ എല്ലായിടത്തിലും, എല്ലാ ഫൂട്ടേജിലും, എല്ലാത്തിലും മാസ്കിങ് വർക്ക് ചെയ്യും. കണ്ടോ, ഇതിപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ ഈ മൗണ്ടൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. നമുക്കിത് വലിയ സംഭവമായിട്ട് തോന്നാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ട് എന്താ പറയുക, ഡയറക്റ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഷാഡോയോ ഷെയ്ഡോ അങ്ങനെ ഒരു ലൈറ്റിങ്ങോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താവും, റിയാലിറ്റി വരും. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഫോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതെ നേരെ വന്നിട്ട് ഞാൻ ബേസിക് എടുത്തു. കണ്ടോ, പിന്നെ എക്സ്പോഷറൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ നോക്കി കണ്ടോ, ഇവിടുത്തെ ഒരു മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൂൾ ടോണോ കൊടുത്ത്, കണ്ടില്ലേ? ഒരു കൂൾ ടോണോ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതുമായിട്ട് ചെറിയൊരു ബന്ധം വന്നു. കണ്ടോ, ആ സ്കൈയുമായിട്ടും ഒക്കത്തിനൊക്കെ ഒരു ബന്ധം വന്നു. കണ്ടോ, കണ്ടില്ലേ? അതായത് മാസ്കിൻ്റെ അകത്ത് മാത്രമാണ് ഈ വിസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഈ എഫക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ആ ബാക്കിയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ അതൊന്നും എഫക്റ്റ് ആവില്ല, കാരണം അത് മാസ്ക് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കി, കുറച്ചുകൂടി ബ്ലെൻഡായി, ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലെൻഡായി. കണ്ടില്ലേ? സോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്ലേ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ടെക്സ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെ ഇല്ലേ? കണ്ടില്ലേ? ഈ മൗണ്ടൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്ന പോലെ കണ്ടു. ഇതാണ് മാസ്കിങ്. ആക്ച്വലി നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. എല്ലാത്തിലും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സംഭവം കൂടി കാണിച്ചു തരാം. അത് ഫൂട്ടേജിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഫോണ്ട് ഞാൻ ഓഫ് ചെയ്യണം. ഓക്കെ, എനിക്ക് സ്കൈയിൽ മാത്രമായിട്ട് എന്ത് ചെയ്യണം, മാസ്ക് ചെയ്യണം. കുറച്ചും കൂടി ഇവിടെ ലൈറ്റ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കൈയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ മാസ്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫൂട്ടേജ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലുമെട്രിയിൽ വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തതിന് ഓട്ടോമാറ്റിക് ലുമെട്രി എന്ത് ചെയ്യും, ഈ ഫൂട്ടേജിലോട്ട് ആഡ് ആവും. ഞാൻ എന്ത് ചെയ്തേ, ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ലുമെട്രി ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, റീസെറ്റ് ചെയ്തു. നോക്കി, എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ലുമെട്രി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യണമെന്നിരിക്കും. ഇവിടെ ബ്ലോൺ കൂടുതലായതുകൊണ്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യണമെന്നിരിക്കും. അതിങ്ങനെ സെലക്ട് ചെയ്ത് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ അത് കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്ത് വെച്ച് ഇത്രയും ഭാഗം കൊടുത്തു. ഓക്കെ, ഇത് പക്ക ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ നോക്കിക്കോ. ഞാനിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പോവാണ്. അത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വന്നിട്ട് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ടോ, ഭയങ്കര ഷാർപ്പായിരിക്കും അടിച്ചൊക്കെ. കണ്ടില്ലേ? ഇത് മാറ്റി കാണിച്ചു തരാം. ഞാൻ മാസ്ക് ഓഫായി കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഷാർപ്പായിരിക്കും. അത് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര അമച്ചർ ഫീലാണ്. നമുക്കത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് മാസ്കിൽ വന്നിട്ട് കണ്ടില്ലേ, ലുമെട്രിയുടെ മാസ്ക് ആണ്, ലുമെട്രിക്ക് മാസ്ക് ആഡ് ചെയ്തു. കണ്ടില്ലേ, ടെക്സ്റ്റിന് ആഡ് ചെയ്യാം. അങ്ങനെ എന്ത് ഇവിടെ ആഡ് ചെയ്താലും ഇതിനൊക്കെ മാസ്ക് നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിത് ഫെദർ പതുക്കെ ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ, കണ്ടോ, ആ ഷാർപ്പ് എഡ്ജ് പോയിട്ട് ഇത് ബ്ലെൻഡായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ മാസ്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. മാസ്ക് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് താഴേക്കിന് വന്നിട്ട് നമുക്ക് മനസ്സിലായി എന്ത് എക്സ്പോഷർ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചറിലൊന്ന് കളിച്ച് നോക്കാം. അതെ, അപ്പോൾ അതൊക്കെ ടെമ്പറേച്ചർ കയറ്റി. കണ്ടോ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാണ്ടോ. കളർ ഗ്രേഡിങ്ങിനും മാസ്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ അത് കൂളാക്കിയാലും കണ്ടോ
നോക്കി കണ്ടില്ലേ. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കളർ ഗ്രേഡിങ്ങിലും മാസ്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ മാസ്ക് ഉപയോഗിക്കാം. ഇനി ഇത് മാസ്ക് പോരാ, എനിക്ക് ഈ ക്ലിപ്പിൽ തന്നെ അഡീഷണൽ സംഭവം കൂടി മാസ്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ലുമെട്രിയിൽ വരാം, പുതിയ ക്ലിക്ക് ചെയ്ത് ആഡ് ലുമെട്രി കൊടുത്തതിന് കണ്ടോ പുതിയ ലുമെട്രി ആഡ് ആയി. നേരെ താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഇമേജിന് എഫക്റ്റ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടില്ലേ. കോൺട്രാസ്റ്റ് ആഡ് ചെയ്തു, ഷാഡോസ് ഒന്ന് കുറച്ച് ഡാർക്ക് ആക്കി, ഓക്കെ, ഹൈലൈറ്റ്സിനെ കുറച്ച് കട്ട് ചെയ്തു. ഇപ്പം ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, മേലുള്ള പോർഷനിൽ അത്ര എഫക്റ്റ് ആവണ്ട, നമുക്ക് ഈ താഴെ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ എഫക്ട്സ് കൺട്രോളിൽ വന്നിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ലുമെട്രി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഓഫാക്കി നോക്കാം. കണ്ടോ ഇതാണ് ലാസ്റ്റ് എത്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പോർഷനിൽ മാത്രം മതി എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. കാരണം അത് എളുപ്പമാണ്. കണ്ടോ ഇതിന് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കണ്ടില്ലേ വലുതാക്കി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് ഫെദർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഫെദർ ചെയ്യാം. കണ്ടോ ഇവിടെ നിന്ന് ഫെദർ ആക്കി വിടാം. ഞങ്ങൾ ഓഫ് ചെയ്ത് ഓണായി കാണിച്ചില്ല, നമുക്ക് മനസ്സിലാവും. കണ്ടോ അവിടെ മാത്രം എഫക്റ്റ് ആയി, കണ്ടില്ലേ. സോ ഇതാണ് മാസ്കിങ്. നമുക്ക് എന്ത് ചെയ്യാം, മാനുവലിയും ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രീസെറ്റ്സ് യൂസ് ചെയ്തും ചെയ്യാം. അതിൻ്റെ കൺട്രോൾസ് എവിടെയുണ്ട്, എല്ലാം എവിടെയുണ്ട്. സോ ഇതാണ് മാസ്കിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാസ്കിങ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോ കാണുന്നവർ എനിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, അതെന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. സോ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.